ഐസിയിലോട്ട് കയറ്റി ഇരുത്തി ഓക്സിജൻ മാസ്ക് വെക്കും. എന്നെ ഇങ്ങനെ കൈ നീട്ടി. ഞാൻ പറഞ്ഞു വേണു വിഷമിക്കണ്ട, എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, വേണു അവിടെ കിടക്കും. അന്നേരം സിസ്റ്റർ പറയുന്നത് അച്ഛൻ ഒരു ഇച്ചിരി നേരം വെച്ചാൽ മതി അച്ഛൻ, അച്ഛൻ്റെ ശ്വാസം നോർമൽ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇത് മാറ്റാമെന്ന് പറഞ്ഞു. ആ ഒരു ധൈര്യത്തിൽ ഞാൻ പുറത്ത് നിന്നപ്പോഴത്തേക്ക് ഒരു 10 മിനിറ്റ് പോലും ആയില്ല. അന്നേരം വന്നിട്ട് പറയുന്നു വേണുവിൻ്റെ ബൈസ്റ്റാൻഡർ വരാൻ പറഞ്ഞു. അന്നേരം ഞാൻ ഓടി ചെന്നപ്പോൾ പറയുന്നത് അത് വേറെ ആരുമില്ല, ആണുങ്ങളാരുമില്ല. ഞാൻ പറഞ്ഞില്ല സിസ്റ്റർ, ഞാൻ മാത്രമേ ഉള്ളൂ. അത് ആണുങ്ങളോട് വരാൻ പറഞ്ഞു. എന്ത് പറ്റി? അത് വേണുവിന് ഇച്ചിരി സീരിയസ് ആണ്. ഞാൻ എന്ത് പറ്റി? അന്നേരം പറഞ്ഞല്ല, അത് വേണുവിന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, വെന്റിലേറ്ററിലോട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഇല്ല, അത് കാണിക്കാൻ പറ്റത്തില്ലെന്നത്. എനിക്ക് തോന്നുന്നു അവർ അന്നേരം ആ മനുഷ്യനെ കൊന്നതാണ് തോന്നുന്നത്. എന്നിട്ട് ഞാൻ അവിടെ വരുന്നത് അതിലേ പോയ ഡോക്ടർമാർ സിസ്റ്റർമാരോടെല്ലാം ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് കാണിക്കും, ഒരു നേരിയ ശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചാൽ ആ മനുഷ്യനെ എഴുന്നേക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ട് പോലും ആരും കൈ കൊണ്ടില്ല. എന്നിട്ട് ഞാൻ എല്ലാവരെയും തൊഴുത് ഞാൻ പറഞ്ഞു എന്നെ ആരും കയറ്റിയില്ല. എന്നിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന, ഞാൻ ഈ ചവറ പന്മന പ്രദേശത്ത് കിടക്കുന്ന ഇവിടെ വിളിച്ച് വരുത്തിയപ്പോൾ ഏകദേശം എത്ര മണിക്കൂറാവും നിങ്ങൾ തന്നെ വിചാരിക്കണം. എന്നിട്ട് അവസാനം എനിക്ക് കിട്ടുന്ന ആ മനുഷ്യനെ പൊതിഞ്ഞു 11 മണി കഴിഞ്ഞപ്പോഴും പൊതിഞ്ഞ് മോർച്ചറിയിൽ നിന്ന് ഞാൻ വാങ്ങിക്കുന്നത്. ഞാൻ അവരോട് എത്ര വട്ടം ഞാൻ ചോദിച്ചെന്നറിയാവോ ഒന്ന് വിടാം, അവർ ചെയ്തില്ല. എന്നിട്ട് അതിലേ വന്നൊരു ഡോക്ടർ അന്നേരം ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട്, അന്നേരമാണ് അവരെന്നോട് പറഞ്ഞത് പുള്ളിക്കാരൻ്റെ നെഞ്ചത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നത്, അത് ഞങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുക, അല്ലാതെ ഇച്ചിരി സീരിയസ് ആണ്, അല്ലാതെ ഞാൻ ഒന്നും പറയാൻ പറ്റത്തില്ലെന്ന്. പക്ഷേ അന്നേരം അവരെല്ലാവരും കള്ളവാ പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ 8:15 ഒരു റിപ്പോർട്ട് തന്നിട്ടുണ്ട്, മരണം സംഭവിച്ചു എന്ന് പറയുന്നിട്ട് അവരെന്നെ കള്ളവാ എനിക്ക് കാണിച്ചു തന്നിട്ട്. എനിക്കും എൻ്റെ മക്കൾക്ക് മാത്രമേ ഉള്ളൂ ഇത്രയും വലിയ നഷ്ടം സംഭവിച്ചു.